വണ്ടാനം മെഡിക്കൽ കോളേജിൽ കത്രിക കുടുങ്ങിയ സംഭവവുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിൽ അറസ്റ്റ് ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ജാമ്യം. അമ്പലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ആശുപത്രി സംരക്ഷണ നിയമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരുന്നത്. ഫൈസൽ അസീസ് വിശദാംശങ്ങൾ നൽകും. ഫൈസൽ, ആ പ്രവർത്തകരെ നേരത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു, വേഗത്തിൽ ജാമ്യവും കിട്ടുന്നു. എങ്ങനെയായിരുന്നു കോടതി നടപടി? ഇന്നലെയാണ് ഈ സംഭവത്തിൽ, അതായത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കത്രിക കൊടുക്കുന്ന സംഭവത്തിൽ ഇന്നലെയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായത് നമ്മൾ കണ്ടതാണ്. അതായത് ഈ വാർത്താ സമ്മേളനം നടക്കുന്നിടത്തേക്ക്, ഈ ആശുപത്രി സൂപ്രണ്ടിന്റെ വാർത്താ സമ്മേളനം നടക്കുന്നിടത്തേക്ക് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ബിനു ചുള്ളിയൽ, അതുപോലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയൽ, ജില്ലാ പ്രസിഡന്റ് MP പ്രവീൺ ഉൾപ്പെടെയുള്ളവർ അകത്തേക്ക് കയറി വരികയും ആ വാർത്താ സമ്മേളനം നടക്കുന്ന ഡയസിൽ കയറിയിരുന്ന് പ്രതിഷേധിക്കുകയുമായിരുന്നു. ഇവരെ പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ചാണ് അറസ്റ്റ് നീക്കിയത്. അത് ആശുപത്രി പരിസരത്ത് വലിയ രീതിയിലുള്ള സംഘർഷത്തിനൊക്കെ ഇടയാക്കിയിരുന്നു. അതിനുശേഷം ഇവരെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. അതായത് ഡോക്ടറുടെ ഔദ്യോഗിക കൃത്യ നിർവഹണം തടസ്സപ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചേർത്താണ്, തുടങ്ങിയ ഗുരുതരമായ ജാമ്യമില്ലാ വകുപ്പുകളൊക്കെ ചേർത്താണ് ഇവരെ അമ്പലപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. അവിടെ KPCC നേതാക്കളുടെ നേതൃത്വത്തിലൊക്കെ ഇവരെ പുറത്ത് വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും പുറത്ത് വിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ KPCCയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉണ്ടായിരുന്നു. ഒടുവിൽ DYSPയുമായി സംസാരിച്ച ശേഷമാണ് ഈ പ്രവർത്തകർ, അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധിച്ച പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ നേതാക്കളൊക്കെ തന്നെ പിരിഞ്ഞു പോകാൻ തയ്യാറായത്. തുടർന്ന് ഇന്ന് ഈ അമ്പലപ്പുഴ സെഷൻസ് കോടതിയാണ് ഈ 3 പേർക്കും ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്.